അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസം. നരസിംഹ കൊട്ടാരത്തിൽ രുദ്രന്റെ കാര്യം വന്ദന നോക്കാൻ തീരുമാനിച്ചു. ആദ്യമായിട്ട് രുദ്രന് ചായ എടുത്തുകൊണ്ട് വന്ദന പോകാൻ പോയി. മേഡം, പേടിയോടെ കുമാരി വിളിച്ചു. സാറ് പുതിനട്ടി കുടിച്ചു കഴിഞ്ഞ് ചായ കുടിക്കൂ, കുമാരി പേടിയോടെ പറഞ്ഞു. രുദ്രന് എന്ത് വേണം വേണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഞാനാണ്, ഓക്കെ? കുമാരി ഒന്നും മിണ്ടാതെ നോക്കി. ചേച്ചി, കിട്ടേണ്ടത് കിട്ടും, എന്നിട്ടേ അവർ പഠിക്കൂ. ചേച്ചി എന്തിനാ പറയാൻ പോയത്? സജിയ ഓടി വന്ന് കുമാരിയോട് ചോദിച്ചു. ആദ്യമേ തല്ലുകൊള്ളണ്ട എന്നോർത്ത് പറഞ്ഞു പോയതാ കൊച്ചേ, കുമാരി പറഞ്ഞുകൊണ്ട് ജോലിയിലായി. ദശ എന്താ വരാത്തത്? സജിയ സംശയത്തോട് ചോദിച്ചു. ആർക്കറിയാം, കുമാരി മോൻ കൊടുക്കാതെ പറഞ്ഞു. അവൾക്ക് രുദ്രനോട് എന്തെങ്കിലും ഉണ്ടോ? എന്തോ മണക്കുന്നു, സജിയ മെല്ലെ ചോദിച്ചു. സജിയ, ദശ അവൾ നല്ല കൊച്ചാ. രുദ്രനെ കൈകാര്യം ചെയ്യാൻ അവൾക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല രുദ്രൻ സാറിനെ കുറിച്ച് അവൾ പറയുന്നത്. വേണ്ടാത്തത് പറഞ്ഞ് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കില്ലേ സജി, പാവം കൊച്ചാ, കുമാരി സജിയെ നോക്കി പറഞ്ഞു. പാവമൊന്നുമല്ല, കൈകാര്യം ചെയ്തത് രുദ്രന്റെ കുഞ്ഞ് വയറ്റിലുണ്ടാകാതിരുന്നാൽ മതി, സജിയ പറഞ്ഞു. ഉണ്ടാക്കിയാലും ഈ ദശ അന്തസ്സോടെ തന്നെ വളർത്തും ചേച്ചി. ദശ പറഞ്ഞതും ഞെട്ടലോടെ സജിയ തിരിഞ്ഞു. ദശ കൈകെട്ടി അവളെ നോക്കിയിരുന്നു. അത് പിന്നെ സജിയ വാക്കുകൾ വരാതെ തലചൊറിഞ്ഞു. ചേച്ചി, ആരാന്റെ വീട്ടിലെ കാര്യം നോക്കാതെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ. ഞാൻ വയറ്റിലുണ്ടാക്കുമോ ഇല്ലയോ എന്ന് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെന്റെ മാത്രം പ്രശ്നമല്ലയോ? ഇന്നേവരെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതോ ചേച്ചി പറയുന്നത് പോലെ ആയാൽ തന്നെ ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ അതോർത്ത് സങ്കടം കൊള്ളണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ദശ ദേഷ്യത്തിൽ പറഞ്ഞു. സജിയ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. എന്റെ മോളെ, ഇവളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, കുമാരി ദശയുടെ അടുത്തൊന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഞാനും ഇച്ചിരി കൂടിപ്പോന്നു അല്ലേ ചേച്ചി, ചിരിയോടെ ദശ ചോദിച്ചു. ഏയ് മോൾ ഇവരോട് ഇങ്ങനെ നിന്നാലും ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സജിയ പറഞ്ഞു നടക്കും. രുദ്രൻ, അവന്റെ മനസ്സ് അസുരന്റെ മനസ്സാണ്, ഒരു കാരുണ്യവും അവനിലില്ല. ഈ അമ്പലത്തിന് ദാനം ചെയ്തതുപോലും ഗൗതം സാറിനോടുള്ള പക തീർക്കാനാണ്. കൂടപ്പിറപ്പിനോട് തോന്നാത്ത കാരുണ്യമാണോ മറ്റുള്ളവരോട്? ഇപ്പോൾ ദാവൃത്തി പോയേക്കുന്നു ചായയും കൊണ്ട്. ഇതുവരെ പൊട്ടൽ ശബ്ദം കേട്ടില്ല, കേൾക്കാൻ സമയമായി. കുമാരി പറഞ്ഞു തരുന്നവനെ കപ്പൂട്ടുന്ന ശബ്ദം രുദ്രന്റെ മുറിയിൽ നിന്ന് വന്നു. ദാ പൊട്ടി, ഇപ്പോൾ സമാധാനായി, കുമാരി കൈവിരിച്ച് ചിരിയോടെ പറഞ്ഞു. ഒന്ന് പതുക്കെ, വന്ദന മേഡം കേൾക്കണ്ട, ദശ ചിരിയോടെ കുമാരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വന്ദന ഒന്നും മിണ്ടാതെ വരുന്നത് കാണുന്ന കുമാരി ദശയോട് അവർ വരുന്നെന്ന് ആംഗ്യം കാണിച്ചു. ദശ തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. വന്ദന ദേഷ്യവും സങ്കടവും കൊണ്ട് സോഫയിലിരുന്നു. ഗുഡ് മോർണിംഗ്, ഈശ്വരി വന്ദനയുടെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ട് ചിരിയോടെ ഇരുന്നു. വന്ദന ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് ഈശ്വരി കണ്ടു. എന്താ മോളെ, എന്താണ് പറ്റിയത്, ഈശ്വരി ചോദിച്ചു. ആൻറ്റി, ഞാൻ ചായ കൊടുത്തു, അത് രുദ്രന് ഇഷ്ടമായില്ല, എടുത്ത് പൊട്ടിച്ചു, സങ്കടത്തോടെ വന്ദന പറഞ്ഞു. അടി കിട്ടിയോ, പേടിയോടെ ഈശ്വരി ചോദിച്ചു. ഇല്ല, വന്ദന പറഞ്ഞു. നീ ഭാഗ്യം ചെയ്തോളാ, അവൻ്റെ അടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. എടോ, അവൻ്റെ കാര്യം എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ലെന്ന് ദശയ്ക്കറിയാം. അവളോട് ചോദിച്ചാൽ മതി, അവൾ പറയും. അവൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അവന് ഇഷ്ടമില്ലാത്തത് അവൻ ചത്താലും ചെയ്യില്ല. മോൾ ആദ്യം രുദ്രനെ പഠിക്കേ, എന്നിട്ട് മതി അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ. മോൾ വിഷമിക്കാതെ, ഈശ്വരി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഒരു നിമിഷം അടുക്കളയിൽ നിൽക്കുന്ന ദശയെ നോക്കിയോണ്ട് പുറത്തുപോയി. ജീവന്റെ വീട്ടിൽ അമ്മേ, ജീവൻ വിളിച്ചോണ്ട് ഉമ്മറത്തിൽ കയറി. എന്താ മോനി, അടുക്കളയിൽ നിന്ന് വിളിയേട്ടോണ്ട് ഊർമിള വന്നു. നല്ലൊരു വക്കീലുണ്ട്, നമ്മുടെ ആ വസ്തുവിനെ കുറിച്ച് സംസാരിക്കണം, അമ്മ വരണം, അറിയാവുന്ന കാര്യം പറയണം, ജീവൻ പറഞ്ഞു. മോനി, അത് രുദ്രൻ തന്നല്ലോ, പിന്നെന്താണ് പ്രശ്നം? ഈ വാശി വിടും മോനി, എത്ര നാൾ ഇതും കൊണ്ട് നടക്കുന്നീ? ഊർമിള ജീവന്റെ മനസ്സ് മാറ്റാൻ നോക്കി. അവൻ്റെ ഔദാര്യം എനിക്ക് വേണ്ട,
നിയമപരമായി ആ വീട് നമ്മുടെ അവകാശം എന്ന് പറഞ്ഞു. അവൻ്റെ അവതാരത്തിൽ എനിക്ക് ജീവിക്കണ്ട. എന്തായാലും നിയമം വിട്ട് ഈ ജീവൻ പോയില്ല. അതമ്മ ഭയക്കണ്ട. ജീവൻ പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി. ഊർമിള ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി. എന്താ അമ്മീ, ഏട്ടൻ വാശിയിലാണല്ലോ? കാവേരി ഇടർച്ചോട് ചോദിച്ചു. മാറിയില്ല മോളെ, ഇപ്പോഴും ആ വാശി തന്നെ. വേദനയോട് ഊർമിള പറഞ്ഞു. ഇനി എത്ര നാൾ ഈ ഞാനും കാത്തിരിക്കേണ്ടി വരും അമ്മീ? നന്ദയ്ക്ക് പ്രണയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൊതിയാകും അമ്മീ. ഞാനൊരു പെണ്ണല്ലേ അമ്മീ? എത്ര നാൾ ഞാനും ഇങ്ങനെ ഇതുപോലെ വികാരങ്ങളൊക്കെ? കാവേരി പറയാനകത്ത് വിതുമ്പി. മോളെ, ഊർമിള ഇടർച്ചോടെ വിളിച്ചു. ഞാൻ ചെയ്തതും നന്ദമോൾ ചെയ്ത തെറ്റും ഒന്നാണ്. നന്ദ അവളുടെ പ്രണയത്തിനു വേണ്ടി കള്ളം കാണിച്ചു. ഞാൻ എൻ്റെ പ്രണയത്തിനു വേണ്ടി രുദ്രൻ്റെ മുന്നിൽ യാചിച്ചു. എന്നിട്ടും എനിക്ക് മാത്രം എന്തിനാ ഈ ശിക്ഷ? പറ്റുന്നില്ല അമ്മീ. ഒരു മുറിയിൽ മിണ്ടാട്ടം പോലും ഇല്ലാതെ രണ്ട് അപരിചിതരെ പോലെ. അത്രയും പറഞ്ഞപ്പോൾ കാവേരിയുടെ തൊണ്ട ഇടറിയിരുന്നു. മോളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? വേദനയോട് ഊർമിള ചോദിച്ചു. അമ്മയുടെ മോൻ തന്നെ എന്നെ ഭാര്യയായി കാണില്ല. ഈ അമ്മയും എന്നെ വെറുക്കല്ലേ? ഈ വീട് വിട്ടു പോയാൽ എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല. ഈ വീട്ടിൽ ഞാൻ ഒരു ജോലിക്കാരിയായി കഴിഞ്ഞോളാം അമ്മേ. കാവേരി കൈകൂപ്പി ആ കാലിൽ വീണു. എൻ്റെ മോളെ, ഊർമിള വിളിച്ചുകൊണ്ട് കാവേരിയെ പിടിച്ച് തന്നോട് ചേർത്തു. ഇതൊക്കെ അടുക്കള വാതിലിൽ നിന്ന് ജീവൻ കേട്ടു. ജീവൻ ഒന്നും മിണ്ടാതെ മൗനമായി അവിടെ നിന്ന് പോയി. ക്ലബിൽ അഭിലാഷിന്റെ മുന്നിലിരിക്കുന്നു രുദ്രൻ. എന്താടോ ഒരു ആലോചന? അഭിലാഷ് രുദ്രനെ നോക്കി ചോദിച്ചു. ഈ വന്ദന, അവളുടെ പ്ലാൻ എന്താണ്? ആരോ ഇവളുടെ പുറകിലുണ്ട്, എന്നെ തകർക്കാൻ വേണ്ടി. അഗ്നി അവൻ വിട്ടതാണോ? അവൻ തന്നെ ഏത് തരിയുടെ പണിയും കാണിക്കൂ. രുദ്രൻ മദ്യത്തിനെ വലിച്ചു കുടിച്ചോണ്ട് പറഞ്ഞു. എന്താ കൂടെ കൊണ്ടടോ? ആദ്യം എന്നെ വെച്ച് കളിച്ചു. അത് നടക്കാത്തതുകൊണ്ടാണല്ലോ വീട്ടിൽ കയറി കൂടാൻ വന്നത്. അതും ആന്റിയുടെ സപ്പോർട്ടിൽ. കരുതിയിരുന്നോ രുദ്ര? പെണ്ണൊരുമിട്ടാൽ അടിസ്ഥാനം വരെ ഇളകും. അല്ല, നിന്റെ പ്ലാൻ എന്താണ്? അവളെ കെട്ടി കൂടെ പൊറപ്പിക്കാനാണോ? സംശയത്തോടെ അഭിലാഷ് ചോദിച്ചു. കൂടെ കിടക്കാൻ വന്നവളൊന്നും കൂടെ പൊറപ്പിക്കുന്ന ചരിത്രമില്ല. അവളെ കെട്ടാൻ വേണ്ടിയല്ല, അവൾ ആരാന്നറിയാൻ വേണ്ടിയാണ് എൻ്റെ ഈ മൗനം. അല്ലെങ്കിൽ ഈ രുദ്രന്റെ സ്വഭാവത്തിന് എന്നെ അവൾക്ക് 16 അടിയന്തരം നടത്തിയനി. രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു. അല്ല, നിനക്കിപ്പോൾ പെണ്ണൊന്നും വേണ്ടേ? രുദ്രന്റെ മുന്നിൽ അഭിലാഷ് കുറച്ച് നീക്കൊണ്ട് മെല്ലെ ചോദിച്ചു. ഉണ്ടോ? രുദ്രൻ കണ്ണിറുക്കി കാണിച്ചോണ്ട് ചോദിച്ചു. വേണോ? 2 പ്രാവശ്യം നീ ഓട്ടിച്ചതുപോലെ ആകുമോ ഇത്? കള്ളച്ചിരിയോടെ അഭിലാഷ് ചോദിച്ചു. ഒന്ന് പോയടാ, ഇപ്പോൾ അതൊന്നും എനിക്ക് തലയിലില്ല. വന്ദന, അവളുടെ വരവ് അതറിയണം. എന്നിട്ട് മതി കാമകളിയാട്ടോക്കി. രുദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അല്ലാതെ നിനക്ക് പ്രണയം ഉണ്ടായിട്ടില്ല? അഭിലാഷ് തലചരിച്ച് ചോദിച്ചു. പ്രണയമോ? എനിക്കോ? രുദ്രൻ മരിക്കണം പ്രണയിക്കാൻ. രുദ്രൻ ചിരിയോടെ പറഞ്ഞു. എന്നാ രുദ്ര, നീ മരിക്കേ. നീ പ്രണയിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ പ്രണയമുണ്ട്. അത് നീ മനസ്സിലാക്കുന്നില്ല. അഭിലാഷ് എഴുന്നേറ്റ് രുദ്രന്റെ അടുത്തൊന്ന് പറഞ്ഞു. നോ, പ്രണയം അതെനിക്കില്ല. പ്രണയിക്കാനും എനിക്ക് സമയമില്ല. രുദ്രൻ അസ്വസ്ഥതയോടെ തലയാട്ടി. നീ ഇനി ഒരു പെണ്ണിനെയും തൊടില്ല. നീ പ്രണയിക്കുന്ന പെണ്ണിനെ അല്ലാതെ. അഭിലാഷ് പിന്നെയും വിടാതെ പറഞ്ഞു. ഇല്ല, എനിക്ക് പ്രണയമില്ല. രുദ്രൻ ദേഷ്യത്തിൽ അലറി. ക്ലബിലുള്ളവർ അവരെ നോക്കിയിരുന്നു. നിന്റെ ഉള്ളിൽ പ്രണയമുണ്ടെന്ന് തെളിയിച്ചാൽ? അഭിലാഷ് വിടാതെ ചോദിച്ചു. എൻ്റെ ഉള്ളിൽ അറിയാതെ പ്രണയമോ? കൊള്ളാലോ. നീ തെളിയിക്കാൻ പോകുന്നു പോലും. കൊള്ളാം. പരിഹാസത്തോടെ രുദ്രൻ ചിരിച്ചു. ഞാൻ നിന്റെ മുന്നിൽ ഒരു പെണ്ണിനെ കൊണ്ടുവരുത്തും. അവളെ നീ പ്രാപിക്കണം. അപ്പോൾ പറയാം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയം ഇല്ലെന്ന്. എന്തേ, നിനക്ക് സമ്മതമാണോ? അഭിലാഷ് അവൻ്റെ നേർക്ക് ചാലഞ്ച് പോലെ പറഞ്ഞു. നീ കൊണ്ടുവരുന്ന ഏത് പെണ്ണായാലും ഞാൻ പ്രാപിക്കും. അങ്ങനെ തെളിയിക്കും എൻ്റെ ഉള്ളിൽ പ്രണയം ആരോടും ഇല്ലെന്ന്. അങ്ങനെ തെളിയിച്ചാൽ പുന്നാര മോനെ, നിന്റെ കുടുംബം ഞാൻ കലക്കും. രുദ്രൻ പറഞ്ഞു. അല്ലാതെ വന്നാൽ നീ എനിക്ക് ഓടിക്കാർ മേടിച്ചു തരണം. എൻ്റെ ഉള്ളിൽ പ്രണയമുണ്ടെന്ന് നീ തെളിയിച്ചാൽ ഓടിക്കാറും വീടും നിനക്ക് സ്വന്തം. രുദ്രൻ വാക്കു കൊടുത്തു. അടിപൊളി. അഭിലാഷ് ചിരിയോടെ കൈ കൊടുത്തു. തുടരും.